പൂണ്ടു രാക്ഷിപ്പോൾ മായാരൂപവും വേറെ തന്റെ ശരീരം പോലെ കായാകാലവും ഘോരതയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ട് സീതാദേവിയോടെടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ട് ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളൂറം കൂലി കാതുമുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാളത്തെ കൊണ്ടു രോഗമൊക്കെ മാറ്റൊഴിക്കൊണ്ടു നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി ഒരു അരുവിയാവ് പോലെ ചോരയുമൊളിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം ശാരീരിക വേഗത്തിൽ നടകൊണ്ടാൽ രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൽ ധരവതം രാക്ഷസപ്രവനായി ദിനകരൻ മുൻപിൽ പക്ഷമറ്റവനിക്ക് പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശൂഖരൻ മൃത്യുരൻ പത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചത് അത്ര ചൊല്ലാരൻ എന്നോട് എത്രയും വിലയിനി വീർത്തുവീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതം ആർത്തി പൂണ്ടോർക്ക് ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരും ഉണ്ടുത്തമ ഗുണവാന്മാർ എത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാർക്കെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജന്റെ യോഗത്താൽ ഉഗ്രനാം അവരജൻ ഗഡ്ഗരെ ഛേദിച്ചിരുമൻ കുജാതികളെല്ലാം ദുരിതനായിരും നീ അവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാനീക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്ത് ഇച്ഛവന്നേലും മമ നിശ്ചയമായി ജ്ഞാനം എന്നിവ കേട്ടുവരൻ കോപത്തോടുല ചെയ്താൽ ദുർനയമേറെയുള്ള മാനുഷാദന്മാരെ കൊല്ലുമൽവകയ്ക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശുപതിന്നാരുടെ കോപ നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടി കൊടുത്തീരെന്നാൽ ഇവൻ ആഭൂതം വരുത്തിയിലും നിനക്കൂമടിയാകും എന്നവളോട് പറഞ്ഞേ ചാങ്കരനേറ്റം ഉന്നതന്മാരാ 14 രാക്ഷസരെയും ശൂലമുദ്ഗര മുസലാദി ചാപേഷു പിണ്ടി പാലാകി പലവിധം ആയുധങ്ങളുമായി ക്രുദ്ധന്മാരാക്കു വിളിച്ചുദ്ധന്മാരായി ചെന്നു യുദ്ധസന്നദ്ധാന്മാരായി അടുത്താലും നേരം ബദ്ധവയ്യേനമണിനാടൊരുമിച്ചു ചക്രവം പ്രയോഗിച്ചു നിന്നൊരിക്കലെ മിത്രഗോത്രോ അത്ഭുതനാം കുറ്റമോസനൻ രാമൻ ശത്രുക്കളയച്ചോട് ശത്രുകം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ വെണ്ടിക്കുടൻ പ്രത്യാക്തിജനത്തെയും വഹിച്ചാനോരോഹിനാൽ ശൂർപ്പണാങ്കയും അതുകണ്ട് പേടിച്ചു മണ്ടി ബാഷ്പവും തൂക്കികരൻ മുമ്പിൽ വീണകതിനാൽ എങ്ങു പോയി കളഞ്ഞു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി അങ്ങു ചെന്നേണ്ട നേരം രാമസായനങ്ങൾ കൊണ്ട് ഇന്നിൽ വരാതെ വണ്ണം പോയവർക്ക് പോട്ടവർ എന്ന് ശൂർപ്പണകയും ചൊല്ലിനാൽ അത് കേട്ടു വന്ന കോപത്താൽ ധരൻ ചൊല്ലിനാനത് നേരം ോലികാനിശാചകർപ്പതിനാലായിരവും ഭോലിനോ ഭൂഷണനും അനുചരിതശിരസ്ഥം ഘോരനാം ധരനേവും ചെന്നത് കേട്ട നേരം ശൂരനാം ദൃശിരസ്ഥം പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ധരനും നടകൊണ്ട് ധീരതയോട് യുദ്ധം ചെയ്വതിന്നുടനോടെയും രാക്ഷസപ്പടയുടെ രൂക്ഷമാൻ കോലാപയം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് തന്നാൽ ബ്രഹ്മാണ്ഡം നൽകുമാരെന്തോ ബോധമിതോ നമ്മോട് യുദ്ധത്തിനോ വരുന്നു രക്ഷോഭരം ഘോരമായി ഇപ്പോൾ യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോട് അത്ര നിജൊരു കാര്യം വേണം മൈതിൽ തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് വീട് കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാൻ ഒരുത്തനെ ഓരോ ഇവരെയൊക്കെ കൊല്ലാം മാനസേ നിനക്ക് സന്ദേഹമുണ്ടാകില്ല മറ്റൊന്നും ചൊല്ലുന്നില്ല എന്നെ ആണയുമിട്ടോ കറ്റവാക്കുഴലിയെ രക്ഷിച്ചുകൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ കൊണ്ടുപോയി ഗർഗുരമകം പൊക്കാൻ ശാപബാണങ്ങളെയും എടുത്തു പരികരം ആ ഭോഗാനന്ദം വർദ്ധിച്ചു സന്നദ്ധനാ നിൽക്കുന്ന നേരം മാർക്ക് വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ചക്രൗകം പ്രയോഗിച്ച വൃക്ഷണ പാഷാണങ്ങൾ എന്നിവ കൊണ്ട് നേറ്റം പ്രത്യേകിച്ചു വേഗാൽ പുഷ്കരനേത്രൻ നീങ്ങി തക്ഷണം അവയെല്ലാം വീട്ടു ബന്ധിച്ചു രാമൻ വെച്ചോ വീരന്മാരെയും സായകാവലി തൂകി നിഷേധിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോട് രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി അഭിനേരം ഉഗ്രസന്നിപനായ രാമനോടെടുത്തിരു തൂക്കിനാൻ ബാണഗണം അവർക്ക് രഘുവരൻ വേഗേന ശരങ്ങളാലെ മണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം നാഗിനെയും കാലവേശ്മണി ചേർത്ത് സാരഥിയോടും കൂടെ ചാപവും മുറിച്ചുകൾ കേതവും പറഞ്ഞപ്പോൾ കോപേന തേച്ച് നിന്ന് ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാട് ഭാര്യാസ നിർമ്മിതമായ
എട്ടേറും പരികളും ധരിച്ചു വന്നാനവൻ കൽവാമു തന്നെ ചെയ്തി ഞാൻ രാജവീക്കൽ വെച്ചക്കാൽ പ്രവേശിച്ചു സീതാപതി മസ്തകവിളങ്ങവൻ ഒപ്പിയിൽ വീണു സമവർത്തി ഭക്തനം പ്രവേശിച്ചു ദൂഷണൻ വീണനേരം വീരനാം ശിരസം യോസേന മൂന്നും ശരം കൊണ്ടു രാമനെയ്താൻ മൂന്നും കണ്ടിച്ചു രാമൻ മൂന്ന് ബാണങ്ങളെയ്താൻ മൂന്ന് മേലുടൻ മുറിച്ച് ഇതിനാം ശിരസം 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി 100 കണ്ടിച്ചു പുനരാവിനം ബാണമെയ്താൻ അവരും മുറിച്ചവനെയ്താൻ ബാണമെയ്ത അവനീ പോയി വീരനവനെയും നോക്കിനാൻ അർദ്ധചന്ദ്രാകാരമായി ഇരിപ്പോരമ്പുടന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ധരൻ ആദിത്യാഭരേടിയിലും രഥം തന്നിനാൻ മാറുകളേടിനാനൊഴിയിട്ടു ബന്ധുരാഘവനോട് ബാണങ്ങൾ നോക്കിനാൻ ഒന്നിനും നെയ്യോ മുറിച്ചെയ്തിനാനവരെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ധരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും ബാണരൂഢാതെയായി നിശ്ചുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുന്തിരേക്കെ ബാണമേഘാശൂകരൻ ചട്ടയും നോക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടഴിയാതെ കിടന്നീതിനാൻ അന്നേരം താപസ ദേവാദികൾ ആയുധ സാധുക്കളും താപമോടല്ലോ കഷ്ടമംഗള ചെയ്ത ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരും താപസന്മാരും ചൊന്നാർ തൽക്കാലെ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്തനാ നിശ്ചിത്തനാൾ ഉന്നോഷരാസനം തൃക്കയ്യിൽ കാണാൻ വന്നിൽ എത്രയും ചിത്രം മുഖ്യ വൈഷ്ണവ ശാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണാൻ വന്നു രാമചന്ദ്രനെ അപ്പോൾ ഖണ്ഡിച്ചാൻ ധരനുടെ ശാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷനാൽ സൂതനെ കൊണ്ടു ദുരതങ്ങളും തേരും പൊടിച്ചാതി നായകനെടുത്തി ഇന്ന നേരത്തിങ്കൽ മറ്റൊരു പേരിൽ കരയേറി ഞാൻ ആശൂകരൻ തെറ്റെന്നു പൊടിച്ചതു രാഘവൻ അതുമാവോൾ പിന്നെയും ഗതയുമായി അടുത്താൻ ആശൂകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു പേരിലേറി വന്നസ്ത്ര പ്രയോഗം തുടങ്ങിനാൻ ധരൻ ഘോരമാം ആഗ്നേയാസ്ത്രം ചെയ്ത ദൂരകുവലൻ വായുനാസ്ത്രേന കടുത്തി ഇതിനാശ്രമം പിന്നെ കൗബേരം അസ്ത്രം ഐന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈരുതാസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേന വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോ വായവ്യം അയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു ഭൗതികമാത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഭരണിൽ കോപത്തോടെ ആസുരമന്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ വാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണ ഐഷികാസ്ത്രം ദൂരപതി വൈഷ്ണവാസ്ത്രേന തടഞ്ഞാശു മുന്നമ്പുതഞ്ഞാൽ സാരഥനെ കൊന്നു ദുരതങ്ങളെ കൊന്നു പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ